നമുക്ക് ഇപ്പോൾ സിനിമ ആയതുകൊണ്ട് ചാനൽ മീഡിയ ആയതുകൊണ്ട് എന്നുള്ളതല്ല, നമുക്ക് പോകുന്ന കമ്പനികളിൽ ഇത് എവിടെയും ഭയങ്കരമായിട്ട് സാധ്യതകളുണ്ട്. നമ്മൾ പോകുന്ന കാര്യത്തിൽ കൃത്യമായിട്ടൊരു പൊസിഷനിൽ നമ്മളെ തന്നെ ആവശ്യപ്പെട്ടുകൊണ്ട് കുറേ ഒരു കൂട്ടം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ഒരു സമയത്തല്ല നമ്മൾ നിൽക്കുന്നത്. നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് അവരെ തേടി പിടിക്കുന്ന ഒരു സമയമാണ്. ഇതൊരു സ്ഥിരമായിട്ടൊരു ശാശ്വതമായിട്ട് നിൽക്കുന്നില്ല, നമ്മുടെ നങ്കൂരം അടുപ്പിച്ചിട്ടില്ല. അപ്പോൾ ആ ഇരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഡിപ്രഷൻ ഏത് ലെവലോട്ടും പോവാം. അപ്പോൾ എനിക്ക് തന്നെ തോന്നി, എനിക്ക് എന്നിൽ വിശ്വാസമില്ലാത്ത പോലെ തോന്നി. ഞാനിത് തുടങ്ങി വെക്കുകയാണെങ്കിൽ, ഇനിയാണെങ്കിൽ, ഇതുവരെ ഇല്ലാത്തൊരു ശീലം ഒരു പക്ഷേ ഈ പറഞ്ഞ സ്റ്റേജിൽ ചിലപ്പോൾ എനിക്ക് എങ്ങനെ കയ്യിൽ നിന്ന് പോകുന്നുള്ളത് എനിക്ക് തന്നെ അറിയാത്തതുകൊണ്ട് മൂന്നാമത്തെ ഘട്ടത്തിൽ ചിന്തിച്ചില്ല. പിന്നെ ഇതിൻ്റെ പല ഏരിയകളിലും ഇതിൻ്റെ പല സ്റ്റോപ്പുകളിലും വേണ്ടാന്ന് വെക്കുന്നതിൻ്റെ ഒരു സുഖം പലപ്പോഴും അറിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഒരു കിട്ടിയിട്ടുണ്ട്. പിന്നെ മറ്റേല് പറഞ്ഞ പോലെ നമുക്ക് പച്ചക്കെല്ലാം ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ പോലെ അത് കുഴപ്പമില്ല, അത് പോകുന്നുണ്ട്, അത് ഗുണം ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഗുണം ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എപ്പോഴും ഇങ്ങനെ ഫുൾ പോസിറ്റീവ് വൈബ് മാത്രം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയല്ല. നമുക്ക് പലതരത്തിലുള്ള മൂഡ് സ്വിങ്ങുകൾ ഉണ്ടാവും, പലതരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകും. ആ സമയത്ത് അതിനൊക്കെ ഒരു മറുമരുന്ന് എന്നുള്ള രീതിയിൽ ഇതിനെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ നമ്മുടെ ഫോക്കസ് പലപ്പോഴും മാറി. നമുക്കൊരു പാർട്ട്ണർ എന്നുള്ള രീതിയിലേക്കോ ഇപ്പൊ ഫാമിലിയോ നമ്മുടെ ഒപ്പില്ല, ഈ സുഹൃത്തുക്കളാണ് നമ്മൾ എപ്പോഴും ഉണ്ടായിക്കോളുന്നില്ല. നമ്മൾ ഈ ഒറ്റപ്പെടുന്ന സാഹചര്യമാണ് ഇതിൽ കൂടുതൽ ഉണ്ടായി പോവുക, കടന്നു പോവുക. അതിൽ നമ്മുടെ മൈൻഡ് സെറ്റ് ആണെങ്കിൽ മൂഡ് സ്വിങ്സ് എന്ന് വെച്ചാൽ നമ്മൾ നടക്കുന്ന പ്ലാൻ ചെയ്ത രീതിയിലേക്ക് ഒന്നുമല്ല അതിന്റെ നെക്സ്റ്റ് നാളെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പോകുന്നതിൽ നമുക്കൊരു തോന്നൽ വരികയാണ്, നമുക്ക് ഇതിനെ കൂടി ഇതിനെ ഓവർകം ചെയ്യണം, ഈ ഒരു സ്റ്റേജിനെ മറികടക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പലരും കണ്ടുകൊണ്ടിരിക്കുന്നതാ, പലരും നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് പല സ്റ്റേജുകളും നമ്മൾ കൊണ്ടുവരണം കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടുള്ള കാഴ്ചകൾ നമുക്ക് മനസ്സിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ അവനവനിൽ തന്നെ വിശ്വാസമുള്ള പോലെ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കാതിരിക്കാന്ന് പറയില്ലേ, അപ്പോൾ ഒരു പക്ഷെ നമ്മൾ അതിനെ ആശ്രയിച്ചേക്കാമെന്നൊരു പേടി ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പം അത് വേണ്ട എന്നുള്ളൊരു ബോധ്യത്തിലൂടെ എത്തി.